ഖത്തർ എയർപോർട്ടിൻ്റെ ആകാശ കഴിച്ചേട്ടാ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാകും നമ്മൾ ഖത്തർ എയർപോർട്ട് വേണ്ടാ. നമ്മുടെ വൺ വേൾഡ് ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റ് ആട്ടോ അത്. വലിയ ഫ്ലൈറ്റ് ആട്ടാ. എനിക്ക് തോന്നുന്നത് കാർഗോ ആണ് എനിക്ക് തോന്നുന്നു, എന്താണെന്നറിയില്ല. നല്ല അടിപൊളി ഫ്ലൈറ്റാണേ. അതാ മുകളിലൊരു ഫ്ലൈറ്റ് പോകണ്ടിട്ടാ. അടുത്ത നമുക്കിവിടെ ക്യൂലാണ്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു നമ്മളെ ബേക്കിൽ ഞാനിപ്പോൾ ഇരിക്കുന്ന ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റിൻ്റെ ബേക്കിൽ ഏകദേശം ഒരു 5-8 വെയിറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അത് ഞാൻ ഇവിടെ നിന്നൊരു ബെൻഡ് ഉണ്ട്, ഒരു വളവ്. ആ വളവിന്ന് തിരിയട്ടെ, അപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കയറാം. അത് കയറി കഴിഞ്ഞാൽ അപ്പോൾ ഇനി എത്ര ഉണ്ടെന്ന് അറിയാം മുന്നിൽ. ഇപ്പോൾ നേരത്തെ 1, 2 ഇത് മൂന്നാമത്തെ നമ്മൾ 4ാമത്തെ ആയിരിക്കും വരിക. ഇനി 3 പൊന്തി കഴിഞ്ഞാൽ നമുക്ക് പൊക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഫ്ലൈറ്റ്. ആ ടിൻടിൻ പോട്ടെ, ടിൻടിൻ ടിൻടിൻ. ഖത്തറിൻ്റെ ഫ്ലൈറ്റ് തന്നെ ഉള്ളൂ കേട്ടോ. അതിലിട്ട് ഇൻഡിക്കേറ്റർ കേട്ടോ, വേറെ കൊണ്ടുവരില്ല. ഇപ്പോൾ ഒരു വളവ് തിരിക്കുമ്പോൾ കാണാട്ടോ നമുക്ക്. നമ്മൾ പോകുന്ന ഫ്ലൈറ്റിൽ ഏകദേശം ഒരു 200-220 ആൾ അത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയ ഫ്ലൈറ്റാണ്, ഖത്തർ എയർവേസിൻ്റെ ആണ്, ചെറിയ ഫ്ലൈറ്റാണ് കേട്ടോ. ദേ അവിടെ കാണുന്നുണ്ടോ, അത് ഓയിൽ ടാങ്കാണ് കേട്ടോ. നമ്മളെ ക്രൂഡ് ഓയിൽ ടാങ്കാണ്. വൈറ്റ് 1, 2, 3, 4, 5, 6, 7, 8 ടാങ്ക് ഉണ്ട് കേട്ടോ. ആ സൈഡ് മൊത്തം കടലാണ്. ഖത്തർ എയർപോർട്ടിൻ്റെ ഒരു ഭാഗം ഫുൾ കടലാണ്. കടൽ തീരങ്ങളുടെ ഇടയിലാണ് മണ്ണ് നിരത്തി ഉണ്ടാക്കിയ എയർപോർട്ടാണ് ഖത്തർ എയർപോർട്ട്. ഇനി എത്ര ഓടാണ്ടറിയോ? ഇനി ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 10 മിനിറ്റോളം നമ്മൾ റൺവേൻ്റെ അടുത്തേക്ക് പോകാണ്ട്. അതാട്ടാ ഖത്തറിൻ്റെ ഒരു ജഗജിലി സാധനം വരുന്നുണ്ടേ. ഇതാ അതപ്പം പൊന്തി അതാ പോകുന്നത്. ഏതാല്ലേ എയറിൽ ഞങ്ങളെ ഫ്ലൈറ്റ്. ഇനിയിപ്പോൾ 3 ഫ്ലൈറ്റ് ഉണ്ട്. 3 ഫ്ലൈറ്റ് കൂടി കഴിഞ്ഞാൽ ഞങ്ങളെ ഫ്ലൈറ്റും കൂടി ടട്ടടാ ഗോയിങ് ടു കണ്ണൂർ എയർപോർട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 2-3 കിലോമീറ്റർ നമ്മൾ ഇനി ഓടാനുണ്ടെന്ന് തോന്നുന്നത്. ഇതുണ്ട് ഓരോ ഏരിയയിൽ നോ എൻട്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് കയറാനേ പറ്റില്ല, ആ വഴി പോകാനേ പറ്റില്ല. ഇപ്പോൾ അവിടുന്ന് ഫ്ലൈറ്റ് പോകാനുള്ളതാണ്. എനിക്കൊന്നൊരു ഖത്തർ എയർവേസിൻ്റെ ഒരു വൈറ്റ് ജംബോ വൺ വേൾഡ് ഒന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കണ്ട വേറെ 2 ഖത്തർ എയർവേസിൻ്റെ നോർമൽ സാധാ ഫ്ലൈറ്റും. ഖത്തറിൻ്റെ ഫ്ലൈറ്റ് തന്നെ ഈ ട്രാക്കിലുള്ളത്. 3 ഫ്ലൈറ്റ് ഇപ്പോൾ ഓൾറെഡി പൊന്താണ്ട്. അത് 3 പൊന്തി കഴിഞ്ഞാൽ നമുക്ക് ആ ട്രാക്കിൽ കയറാൻ പറ്റുള്ളൂ. അതുവരെ ഓടിപ്പോണം. വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഇങ്ങനെ. അപ്പോൾ ഇത് കണ്ട, അത് ശരിക്കും കടൽ നിരത്തിയിട്ട് കരയാക്കിയൊരു സ്ഥലമാണ്. അവർ മരുഭൂമിയും മണലും ഒക്കെ ആയിട്ട് അങ്ങനെ നല്ല രസമുള്ള സ്ഥലം കേട്ടോ കാണാൻ. പക്ഷേ നമുക്ക് ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ ഇത്രയല്ലേ കാണാൻ പറ്റണമല്ലോ. എനിക്ക് ഇത്ര കാണുന്നത് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരുന്നുണ്ട്. എന്താ പറയുക, എയർപോർട്ട് കൂടി കാണാൻ. അതോ ലാസ്റ്റ് കോർണിഷാട്ടോ കാണുന്നത്. കോർണിഷ് ഖത്തറിൻ്റെ ഹൃദയഭാഗം ദോഹ കോർണിഷിൻ്റെ ഫ്ലാറ്റുകളാട്ടോ ലാസ്റ്റ് കാണുന്നത്. അതൊരു കടൽ തീരത്താണ് മൊത്തം സെറ്റ് ചെയ്തൊരു കടൽ തീരത്താണ്. എന്താ അവിടെ നോ എൻട്രി എന്ന് എഴുതിച്ചിട്ടുണ്ട്. ആ വഴിയൊന്നും കയറാൻ പറ്റില്ല. കയറണമെങ്കിൽ ഇനിയും കുറച്ചുകൂടിയും പോകാണ്ട്. എനിക്കൊന്ന് ഇനിയും ഉണ്ടാവും. ഇനി ഒരു 1 കിലോമീറ്ററോ അല്ല 2 കിലോമീറ്ററോളം ഇനിയും ഉണ്ടാവും. അതാ ഇനിയിപ്പോൾ ഒരു ഫ്ലൈറ്റ് പോകുന്നതാണ് കേട്ടോ. ഇത് ഖത്തറിൻ്റെ ചെറുതിട്ടാ. നമ്മളിപ്പോൾ പോകുന്നില്ല, അതേ ഫ്ലൈറ്റ്, സെയിം ഫ്ലൈറ്റ്. അതാ പോണം.
അതിപ്പോൾ ബും എന്നൊരു ബുക്ക് പോകണ്ടതിന് അത് കയറി ഇത്രേ കിട്ടണമല്ലോ. അതിൻ്റെ തൊട്ട് ബേക്കിൽ ഒരാളും കൂടി വരാണ്ട്. നമ്മളെ ഫ്ലൈറ്റ് കുറച്ച് സ്പീഡ് കൂടിയിട്ടോ, ട്രാക്ക് ഫ്രീ ആയിട്ടുണ്ട്. അതാ ആ ലാസ്റ്റ് കാണുന്നത് എന്താ അറിയോ, വീഡിയോയിൽ എനിക്ക് കാണാൻ പറ്റും തോന്നുന്നുണ്ട്. അത് നമ്മളെ കണ്ടെയ്നർ സ്റ്റേഡിയം, കണ്ടെയ്നർ 974 കണ്ടെയ്നർ വെച്ചുണ്ടാക്കിയ സ്റ്റേഡിയമാണ് ആ ലാസ്റ്റ് കാണുന്നത് കേട്ടോ. അത് വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഉണ്ടാക്കിയതാണ്. മൊത്തം നമ്മളെ കണ്ടെയ്നർ ഇല്ലേ, വെറും കണ്ടെയ്നർ മാത്രം വെച്ചുണ്ടാക്കിയ സ്റ്റേഡിയം. അത് ഈ ഖത്തറിൻ്റെ കോഡാണ്. നമ്മൾ ഈ +91 നമ്മളെ കോൾ നമ്പർ കോഡ് പോലെ +974 അതേ കോഡിലുണ്ടാക്കിയ അതേ നമ്പറിലുണ്ടാക്കിയ കണ്ടെയ്നർ. ഇതടുത്ത ഖത്തർ എയർവേസ്. ഇത് കുറച്ച് വലിയ ഫ്ലൈറ്റ് കേട്ടോ. ഇത് ജഗജിലിസാണ്. അടുത്തൊരു ഫ്ലൈറ്റ് ഞാൻ വൺ വേൾഡ് ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റ്. ആ സാധനം തട്ടാ വരുന്നത്. ഇതാണ് സാധനം. അടിപൊളി. കാർഗോയുടെ ഫ്ലൈറ്റ് ആണോന്ന് അറിയില്ല, ഇപ്പോൾ പാസഞ്ചേഴ്സ് ആണെന്ന് അറിയില്ല. വലിയ ഫ്ലൈറ്റാണ്. ഖത്തർ എയർവേസിൻ്റെ ആണ്. വൺ വേൾഡ് എന്ന് എഴുതിക്കണ്ട. ഇതിൻ്റെ ബാക്കിലായിരിക്കും നമ്മൾ പോകേണ്ടത് കേട്ടോ. നമ്മളിവിടുന്ന് യൂട്ടേൺ അടിക്കണം. കമോൺ ഇൻഡിക്കേറ്റർ. ഇതാട്ടാ നമ്മളിതാ യൂട്ടേൺ അടിക്കുകയാണേ. നമുക്ക് ഇവിടുന്ന് തിരിയാനുള്ള ഓപ്ഷൻ കിട്ടി. ഈ വൺ വേൾഡ് പോയി കഴിഞ്ഞാൽ നമ്മളതാട്ടോ. നമ്മൾ ഈ ഖത്തറിൻ്റെ ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളെ ഖത്തറിൻ്റെ ഫ്ലൈറ്റ് പോകും കേട്ടോ. ഇതാ അത് പോയിട്ടുണ്ട് നോക്കിട്ടോ. അത് പോയി ഇതാ യൂട്ടേൺ അടിക്കുകയാണ്. നമ്മൾ യൂട്ടേൺ അടിക്കുകയാണ്. യൂട്ടേൺ ഇതാ അത്രയൊക്കെ കാണുള്ളൂ കേട്ടോ. ചെറിയൊരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾക്കായിട്ട് ഞാൻ കാണിച്ചു തരികയാണേ. ഖത്തർ എയർപോർട്ട് കാണാൻ മാത്രമുണ്ട്. എന്ന് വെച്ചാൽ കിലോമീറ്ററുകൾ നീളമുള്ള ഖത്തർ എയർപോർട്ടാണ്. ഇതാ നമ്മളെ ഫ്ലൈറ്റ് ഏകദേശം തിരിഞ്ഞ് വരികയാണ് ഗൈസ്. നമ്മളെ മുന്നിൽ ഒരു ഫ്ലൈറ്റും കൂടി ഉണ്ട് കേട്ടോ. ഒറ്റ ഫ്ലൈറ്റ് കൂടി ഉണ്ട്. അതുകൂടി കഴിയണം. അതുകൂടി പോയി കഴിഞ്ഞാൽ അത് നമ്മളെ സെയിം ഫ്ലൈറ്റ്, നമ്മളടുത്തുള്ള പോലെ തന്നെ 200-220 ആൾക്കാരൊക്കെ കയറുന്ന ചെറിയ ഫ്ലൈറ്റ്. അതുകൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മളെ ബാക്ക് സൈഡ് നോക്കാട്ടോ. ഓ ജീസാറ വലിയ ഫ്ലൈറ്റ് കേട്ടോ. കുറച്ച് വലുതാ. നമ്മളെ ഫ്ലൈറ്റ് ഇതാ പോകുന്നത്. ഇവിടെ മഞ്ഞ വണ്ടി ഇതാ ഇവിടെ വന്നത്. മലേഷ്യ കേട്ടാ. നമ്മളെ ഒരു യെല്ലോ ഫ്ലൈറ്റ് ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഒരു മഞ്ഞക്കിളി പോലത്തെ ഒരു ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ ഇതിൽ കാണാൻ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ഇത് ഏകദേശം സ്പീഡായിട്ടാണ് ഇതാ പോണ്. അപ്പോൾ ഇപ്പം പൊന്തുവേ സ്പീഡ് ഏകദേശം ഒരു 500-600 കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ പോണതാണ്. അപ്പം ഗൈസ് ഞങ്ങൾ നിലപ്പെടുകയാണ്. ഇനി കുറച്ച് ആകാശയാത്രയുമായി. ആ പൊന്തി യെസ്. ഇതാണ് ഖത്തർ എയർപോർട്ട്. അടിഭാഗം കണ്ടോ ഇതാണ് ഫ്ലൈറ്റ് വരി നിരയായി നിർത്തിയിട്ട് കണ്ടോ. ഇതാണ് ഖത്തർ എയർപോർട്ടിൻ്റെ ഭംഗി. ഫ്ലൈറ്റുകളുടെ ഒരു ആകാശം കാഴ്ച.
எப்படி இருக்கு?